നമസ്കാരം. PSC പരീക്ഷയ്ക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കടലുപോലെ മുന്നിൽ കിടക്കുകയാണല്ലേ. ഒരു പേടിയും വേണ്ട. വരാൻ പോകുന്ന പരീക്ഷകളിൽ 100% ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഇതൊരു സാധാരണ ക്ലാസ് അല്ല. ഓർക്കണം, നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പവർ പാക്ഡ് ഡ്രില്ലാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വെറും 5 മിനിറ്റിൽ 5 മാർക്ക്. ഒന്ന് ഓർത്തു നോക്കൂ, റാങ്ക് ലിസ്റ്റിൽ 1 മാർക്കിന് ആയിരക്കണക്കിന് പേരാണ് പിന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. വേഗതയും കൃത്യതയുമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വിഷയം പണമാണ്. പണത്തെക്കുറിച്ച്, അതായത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദ്യമില്ലാത്തൊരു PSC പേപ്പർ ഉണ്ടാകുമോ? ഇല്ല. സംസ്ഥാന ബജറ്റും കേന്ദ്ര കമ്മീഷനുകളുമൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമേഖലകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വലിയ സംഖ്യ കണ്ടോ? 14,500 കോടി രൂപ. ഇത് നമ്മുടെ സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് വേണ്ടി മാത്രം അധികമായി നീക്കിവെച്ച തുകയാണ്. അതായത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു വലിയ ആശ്വാസം. അതുമാത്രമല്ല, സർക്കാർ ജീവനക്കാർക്കായി 12ാം ശമ്പള കമ്മീഷനും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് ശമ്പള വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിൽ ഊന്നിയ ഒരു ബജറ്റാണിത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്നുണ്ടാകും, സംസ്ഥാനത്തിന് ഇത്രയധികം പണമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന്, അല്ലേ? ഇതിൽ നല്ലൊരു പങ്ക് വരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛൻ എല്ലാ മക്കൾക്കും അവരുടെ ആവശ്യങ്ങളനുസരിച്ച് പോക്കറ്റ് മണി വീതിച്ചു തരില്ലേ? ഏകദേശം അതുപോലെ കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ എന്നൊരു സംവിധാനം വഴി ഓരോ സംസ്ഥാനത്തിനും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നികുതി പണം വീതിച്ചു കൊടുക്കുന്നു. ഇനി ഈ സ്ലൈഡിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെയാണ് ഈ വർഷത്തെ PSC പരീക്ഷയിലെ ഒരു ഉറപ്പായ ചോദ്യം ഒളിഞ്ഞിരിക്കുന്നത്. കേട്ടോളൂ. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകുന്ന വിഹിതം കൂട്ടിയിരിക്കുകയാണ്. പഴയത് 1.93%, പുതിയത് 2.38%. ഈ നമ്പർ 2.38% നിങ്ങളുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. സംസ്ഥാനത്തിന് കിട്ടുന്ന പണം കൂടുന്നു. അതിനർത്ഥം കൂടുതൽ വികസനം വരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും മറന്നുപോകരുത്. ആ ശതമാനക്കണക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ സംഖ്യയായി തോന്നിയോ? എന്നാൽ ആ തുക എത്രയാണെന്ന് നോക്കൂ. ഏകദേശം 6,975 കോടി രൂപയുടെ അധിക വരുമാനമാണ് കേരളത്തിന് ഇതുവഴി കിട്ടാൻ പോകുന്നത്. ഈ പണം കൊണ്ട് പുതിയ റോഡുകൾ വരും, പാലങ്ങൾ വരും, പുതിയ ആശുപത്രികൾ വരും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോൾ കണക്കുകളുടെ ലോകത്ത് നിന്ന് നമുക്ക് നേരെ കേരളത്തിന്റെ പച്ചപ്പിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട പ്രകൃതിയിലേക്ക് വരാം. നദികളെയും വന്യജീവി സങ്കേതങ്ങളെയും കുറിച്ച് ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത PSC പരീക്ഷകൾ കുറവാണ്. അപ്പോൾ കാതും കണ്ണും തുറന്നിരിക്കാം. പോഷക നദി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി എന്താണിത്? വളരെ സിമ്പിളാണ്. ഒരു വലിയ നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ചെറിയ പുഴകളെയാണ് നമ്മൾ പോഷക നദി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ ഭാരതപ്പുഴയെ ഒരു അമ്മയായി സങ്കല്പിച്ചാൽ തൂതപ്പുഴ അതിൻ്റെ ഒരു മോളാണ്. അടുത്തിടെ പത്രങ്ങളിൽ തൂതപ്പുഴ വറ്റിവരളുന്നതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ പുഴ ഒഴുകുന്നത് മലപ്പുറം, പാലക്കാട് ജില്ലകളിലൂടെയാണ്. അതും ഓർത്തുവെക്കണം. ദാ ഒരു സന്തോഷവാർത്ത. കേരളത്തിന്റെ വനസമ്പത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി വന്നിരിക്കുന്നു. ഒരു പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. ഇതെവിടെയാണ്, എന്താണ് പേര് എന്നൊക്കെ അറിയണ്ടേ? അടുത്ത സ്ലൈഡിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ശ്രദ്ധിച്ചോ, അടുത്ത പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഈ പേര് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇതാ ആ സുപ്രധാന വിവരങ്ങൾ. പേര് മറക്കരുത്. കരിമ്പുഴ വന്യജീവി സങ്കേതം. എത്രാമത്തേതാണ്? 18ാമത്തേത്. നമ്പർ 18. ജില്ല ഏതാണ്? മലപ്പുറം. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണിത്. മക്കളെ, ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ആദ്യ പേജിൽ തന്നെ ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചോളൂ. ഉറപ്പായ ചോദ്യമാണ്. ഓക്കേ, ഇനി നമുക്ക് കേരളത്തിന്റെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്കും ലോകത്തിലേക്കും ഒന്ന് കണ്ണോടിക്കാം. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മുടെ രാജ്യം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വേഗത്തിൽ നോക്കാം. ഈ പോയിന്റുകൾ നമുക്ക് വേഗത്തിൽ നോക്കാം. 1. ഖഞ്ചാർ. ഇത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള ഒരു മിലിറ്ററി പരിശീലനമാണ്. 2 കൂട്ടുകാർ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്യുന്ന പോലെ. 2. ഭാരത് ടാക്സി. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി സർവീസ്. 3. ലോക ഗവൺമെന്റ് ഉച്ചകോടി. നടന്നതെവിടെയാണ്? ദുബായിൽ. 4. പുനൽസാങ്ചു E2. ഇത് ഇന്ത്യ നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനിൽ നിർമ്മിച്ചു നൽകിയ ഒരു ഡാമാണ്. ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദത്തിന്റെ ഒരു വലിയ അടയാളം. സംഗീതലോകത്തിന് ഒരു വലിയ നഷ്ടം. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് നമ്മെ വിട്ടുപിരിഞ്ഞു. രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ പാട്ടുകൾ ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലവും നമ്മൾ ഓർക്കും.
പരീക്ഷകളിൽ പ്രശസ്ത വ്യക്തികളുടെ വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനാൽ ഈ പേര് ഓർത്തുവെക്കുക. ഇതാ നമ്മുടെ ഫൈനൽ റൗണ്ട്, റാപ്പിഡ് ഫയർ റിവിഷൻ. ഇതുവരെ പഠിച്ചതെല്ലാം മനസ്സിൽ ഉറപ്പിക്കാനുള്ള സമയമാണിത്. ഓരോ മാർക്കും നമുക്ക് ലോക്ക് ചെയ്യണം. എല്ലാവരും റെഡിയല്ലേ? ലെറ്റ്സ് ഗോ! 16ാം ധനകാര്യ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഈ പേര് മറന്നുപോകുമോ? ഒരു എളുപ്പവഴിയുണ്ട്. പനഗരി എന്ന പേരിൽ പനയില്ലേ? പന, പണം. ധനകാര്യ കമ്മീഷൻ പണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മറക്കില്ലല്ലോ, സിമ്പിളല്ലേ? നമ്മുടെയെല്ലാം പണത്തിന്റെ കാവൽക്കാരൻ, റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ. ആരാണിത്? ശക്തികാന്ത ദാസ്. ഈ പേര് മറക്കരുത്. PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണിത്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ആർത്തവ സമയത്തെ ആരോഗ്യ പരിപാലനം സ്ത്രീകളുടെ ഒരു മൗലികാവകാശമായി കാണണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇതൊരു ചരിത്രപരമായ നിരീക്ഷണമാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ കോടതി വിധികൾ പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ക്വിസ് ടൈം. ഒന്നാമത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ചോദ്യം 2. കേരളത്തിന്റെ 18ാമത്തെ വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഏതു ജില്ലയിലാണ്? മൂന്നാമത്തെ ചോദ്യം, ഖഞ്ചാർ എന്ന സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത്? നാലാമത്തെ ചോദ്യം, പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്ര നികുതിയിൽ കേരളത്തിന്റെ പുതിയ വിഹിതം എത്ര ശതമാനമാണ്? അവസാനത്തെ ചോദ്യം, 5ാമത്തെ ചോദ്യം, പുനൽസാഞ്ചു 2 ജലവൈദ്യുത പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളിയായ രാജ്യം ഏതാണ്? ഇതാ ഉത്തരങ്ങൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് വേഗം നോക്കൂ. വേണമെങ്കിൽ ഈ ഭാഗമൊന്ന് പോസ്റ്റ് ചെയ്ത് ഉത്തരങ്ങൾ ശരിക്കൊന്ന് പരിശോധിക്കാം. 5-ൽ 5 കിട്ടിയവർക്ക് എന്റെ വക ഒരു വലിയ കയ്യടി. നിങ്ങൾ മിടുക്കരാണ്. ഈ ഡ്രിൽ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചോദ്യം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അടുത്ത പരീക്ഷയിൽ ഉറപ്പായും വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരൊറ്റ ചോദ്യം ഏതാണ്? ഒന്ന് മനസ്സിലോർത്തു നോക്കൂ. നിങ്ങളുടെ പഠനത്തിൽ സ്ഥിരത നിലനിർത്തുക. വിജയം നിങ്ങളെ തേടിയെത്തും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.